ഓണം 2025 തിരശ്ശീല വീഴുന്ന ഈ നിമിഷത്തിൽ എനിക്കൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. തിരശ്ശീല വീണിട്ടുണ്ടെങ്കിലും ഓണം വൈബ് ഇപ്പോഴും തീരുന്നില്ല അല്ലേ? ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ഓണ ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഓണത്തിൻ്റെ അന്ന് ഞാൻ നമ്മുടെ മഹാലിംഗപുരം അയ്യപ്പസ്വാമി ടെമ്പിളിൽ, അതായത് ഗുരുവായൂരപ്പനും അയ്യപ്പസ്വാമിയും പ്രതിഷ്ഠയായിട്ട് ഉള്ള ആ അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. 1-ാം തീയതിയും ഈ അമ്പലം തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, അതായത് ജനുവരി ഫെസ്റ്റിന്. നല്ല നല്ല ദിവസങ്ങളിൽ നല്ല നിമിഷങ്ങളൊക്കെ പങ്കിടാൻ വേണ്ടി ഞാൻ പോകുന്നത് ഈ ഗുരുവായൂരപ്പൻ ടെമ്പിളിലാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വിശിഷ്ടമായതും പ്രശസ്തമായ മലയാളി ക്ഷേത്രം. ഇവിടെ ഒരുപാട് മലയാളികൾ എല്ലാ വിശിഷ്ട ദിനങ്ങളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഗുരുവായൂരമ്പലത്തിലേക്കാണ് പോയത്, അതായത് ചെന്നൈയിലെ ഗുരുവായൂരമ്പലത്തിൽ. നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് 2000 പേർക്ക് ഓണസദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് അവിടുത്തെ ആയുർവേദശാല, കോട്ടയ്ക്കൽ. തൊട്ടടുത്താണ് അമ്പലത്തിൻ്റെ. അവിടെയുള്ള പൂക്കളമാണ് ഇത്. അപ്പോൾ 2-3 കോമ്പിനേഷനേ ഈ പൂക്കൾക്കുള്ളൂവെങ്കിലും എന്തൊരു മനോഹരമായിട്ടാണ് ആ പൂക്കൾ ഇട്ടിരിക്കുന്നതല്ലേ. ഇത് അമ്പലത്തിൻ്റെ അകത്തുള്ള പൂക്കളമാണ്. കണ്ണൻ്റെ മുമ്പിലിട്ടിരിക്കുന്ന ഈ ഒരു പൂക്കളം എത്ര മനോഹരമാണല്ലേ. ഈ ഒരു സ്റ്റേജിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ, നടയുടെ മുമ്പിലാണ് ഈ ഒരു സ്റ്റേജ്. ഇവിടെ ഒരുപാട് വിശിഷ്ട കലാകാരന്മാരും പാട്ടുകാരും ഡ്രംസും ഇൻസ്ട്രുമെൻസും ഭക്തിഗാനമേളയും അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റേജാണിത്. ഇനിയും എത്ര കാണാനിരിക്കുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഹാളിലാണ് സദ്യ. അവിടെ പോയി നല്ല വലിയ ക്യൂ ആയിരുന്നു. 3 മണി വരെയാണ് അവർ സദ്യ കൊടുത്തിരുന്നത്. സദ്യ ഉണ്ണാൻ പോയപ്പോൾ നമ്മുടെ മലയാളീസ് അല്ല കേട്ടോ സദ്യ, എങ്കിലും നന്നായിരുന്നു. പായസമൊന്നും നമ്മുടെ ഒരു സ്റ്റൈലായിരുന്നില്ല, ബട്ട് ഓക്കെ. നമ്മുടെ മലയാളീസിൻ്റെ ആ ഒരു രുചിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു പായസത്തിന് മാത്രം. ബാക്കിയെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പുറത്തിറങ്ങി നോക്കിയപ്പോഴോ തലങ്ങും വലങ്ങും നീണ്ട ക്യൂ. കൂടാതെ അവിടെ 2 ലഡ്ഡു വെച്ച് ഓരോ ഭക്തർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. സാമ്പാറും പപ്പടവും അവിയലും എല്ലാം ചേർത്ത് ഒരു പിടി പിടിച്ചു കേട്ടോ. ഇതാണ് ക്യൂ. അമ്പലത്തിൻ്റെ മുമ്പിൽ നീണ്ടു നിൽക്കുന്ന ഈ ക്യൂ കണ്ടോ. ഇത് ഒരുപാട് നീളമുണ്ട് കേട്ടോ. അതിൻ്റെ അവസാന ഭാഗമാണ് ഞാനീ കാണിക്കുന്നത്. വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 5 മണി 5:30 ആയപ്പോൾ തിരിച്ച് അതേ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. എന്തിനാണെന്നല്ലേ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഹരമായിട്ടുള്ള ശിവമണിയുടെ ഡ്രംസ്, അതിനാണ് പോകുന്നത്. വൈകുന്നേരം അമ്പലത്തിൻ്റെ ഭംഗി കണ്ടോ. ആ ഒരു സന്ധ്യാനേരം അടുക്കുമ്പോഴേക്കും അമ്പലം ഇങ്ങനെ പ്രസന്നവധിയായിട്ട് നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ടീം, അതായത് മാൻഡലിൻ ശ്രീനിവാസൻ്റെ ബ്രദറായ മാൻഡലിൻ രാജേഷും ശിവമണിയും തബലിസ്റ്റും എല്ലാവരും കൂടെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല. മാത്രമല്ല അത്രയ്ക്ക് ആസ്വാദനമായിരുന്നു. അത്രയ്ക്കും ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്ന് തന്നെ പറയാം. ശിവമണി എത്ര ഹമ്പിളായിരുന്നു എന്നറിയാം. എല്ലാവരുമായിട്ടും നന്നായി ഇടപഴകി സംസാരിച്ച് നല്ല രീതിയിലായിരുന്നു നമ്മളോട് എല്ലാവരോടും പെരുമാറിയിരുന്നത്. എല്ലാവരും അതേ കേട്ടോ, നല്ലൊരു ടീമായിരുന്നു. നല്ല ഭക്തിയോടുകൂടിയും നല്ല പാട്ടുകളാണ് അന്ന് അവതരിപ്പിച്ചത്. ഒരുപാട് പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാൻഡലിനും ഡ്രംസും തബലയും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, കേൾക്കാൻ എന്തൊരു സുഖമായിരുന്നു എന്നറിയാം. അടിപൊളിയായിരുന്നു. ഹരം കൊള്ളിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ഭക്തജനങ്ങൾ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ശിവമണിയുടെ ബ്രദറും അമ്മയും. അമ്മയ്ക്കും പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു. ബ്രദർ ഡ്രമ്മിസ്റ്റിൻ്റെ ഒരു മാസ്റ്ററാണ് കേട്ടോ ഇവിടെ ചെന്നൈയിൽ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളിൽ ഒരാളായിട്ടാണ് ഈ ഒരു ഫാമിലിയും അന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവരും വളരെ സന്തോഷമായിരുന്നു. വളരെ സന്തോഷമായിട്ട് കൂടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഒരുപാട് നേരം നമ്മുടെ കൂടെ സമയം ചിലവഴിച്ചു ശിവമണിയും ഫാമിലിയും. എത്ര പുണ്യദിനമായിട്ടാണ് ഞാനിതിനെ കണക്ക് കൂട്ടുന്നതെന്നറിയോ. ശിവമണിയുടെ ഡ്രംസും പെർഫോമൻസും എല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ഹരം കൊള്ളിയിട്ടുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന ഒട്ടും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പരിചിതമായില്ല. ശേഷം ഒരു ലൈറ്റ് ടിഫിനൊക്കെ ആയിട്ട് ഈ വലിയ വലിയ കലാകാരന്മാരുടെ കൂടെ
സമയം ചിലവഴിക്കാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.